ഈ കുട്ടികളെ വേട്ടയാടാനുള്ളൊരു ഒരു സംവിധാനം അവർ ഓൾറെഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇവിടെ കാര്യങ്ങൾ അവിടെയും നിൽക്കുന്നില്ല. സമരത്തിൻ്റെ ഒരു പീക്ക് ഘട്ടമാകുമ്പോൾ പ്രതിപക്ഷ കക്ഷികൾ മൊത്തമായി തന്നെ രംഗത്തേക്ക് വരുന്നു. ഇന്ത്യൻ പാർലമെന്റിൽ വലിയൊരു പ്രശ്നമായി മാറുന്നു. ഇപ്പോൾ അത് വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് കഴിഞ്ഞപ്പോൾ അമിത്ഷാ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ ഇന്ത്യക്കകത്തുള്ളത്. അതായത് ഈ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുത്തത് അമിത്ഷാ ആണെന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് സഭയിൽ ഉന്നയിച്ചൊരു കാര്യം. ഇത് വളരെ വലിയൊരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻ്റാണ്, വളരെ വലിയ പൊളിറ്റിക്കൽ ഡെവലപ്മെൻ്റാണത്. അതായത് ഈ വിദ്യാർത്ഥികളുടെ ജീവിതത്തെ തുലച്ച മന്ത്രി രാജിവെച്ച് പോയി കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥികളെ അടിച്ചമർത്തിയത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം തേടാനായിട്ട് കോടതിയും ശ്രമിക്കുന്നു, പ്രതിപക്ഷ കക്ഷികളും ശ്രമിക്കുന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കോടതി പറയുന്ന ഒരു കാര്യം, ഒരു വിഷ്വലും നശിപ്പിക്കരുത്, അത് സൂക്ഷിച്ചു വെച്ചോളണം. അതിൻ്റെ അർത്ഥം എന്താ? ആരാണ് ആക്രമിച്ചതെന്ന് എനിക്ക് കണ്ടുപിടിക്കണം, കോടതിക്ക് പരിശോധിക്കണം എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ CJPയുടെ സമരം തുടങ്ങുന്ന ഘട്ടത്തിൽ നിന്നും ആ സമരത്തിൽ തന്നെ അത് അതിവേഗം വളരുകയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിനെ മാറ്റുകയും ചെയ്യുന്ന വിധമുള്ള വലിയൊരു ഫോഴ്സായിട്ട് ഇന്ന് വൈകുന്നേരം കുറച്ച് കുട്ടികൾ അവിടെ ജന്തർ മന്ദറിൽ വന്നിട്ടുണ്ട്. ഈ ആക്രമണം തുടർന്നാൽ വീണ്ടും ഒരു പ്രക്ഷോഭം ആരംഭിക്കും. അങ്ങനെ ഒരു പ്രക്ഷോഭം ആരംഭിച്ചാൽ ഇപ്പം ഈ എത്തനോൾ പെട്രോളിൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ട് വാഹന ഉടമകളും ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഉടമകളും എല്ലാം കൂടി ഓഗസ്റ്റ് 4-ന് പാർലമെന്റ് മാർച്ച് പ്രഖ്യാപിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ നോക്കുമ്പോൾ ഈ ഭരണകൂടത്തിൻ്റെ തെറ്റായ സമീപനങ്ങൾക്കെതിരെയുള്ള വലിയൊരു ജനരോഷം CJPയിലൂടെ പുറത്തു വന്നു. അത് ഏറ്റെടുക്കുന്ന ഒരു പുതിയൊരു അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഇത് ഒരു പുതിയൊരു ജനാധിപത്യ രാഷ്ട്രീയത്തിന് വിത്തുപാകാൻ പ്രാപ്തിയുള്ളൊരു മൂവ്മെൻ്റാണ്. അതായിക്കൊള്ളണമെന്നൊന്നുമില്ല, ഞാൻ അത്രയും ശുഭാപ്തി വിശ്വാസമൊന്നും നേരിട്ട് പ്രകടിപ്പിക്കുന്നില്ല. പക്ഷെ അതിൻ്റെ സാധ്യത അതിനകത്തുണ്ട്. അപ്പം ഈ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ എൻ്റെ തലമുറയിൽപ്പെട്ട പ്രായമായ മനുഷ്യരൊക്കെ കാണിച്ച ഒരുതരം കള്ളത്തരവും കൗശലവും കുറഞ്ഞ ഒരു വിഭാഗമാണ് അവർ. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ കാര്യങ്ങൾ തുറന്നു പറയുന്ന പുതിയൊരു ലോകത്ത്, ഇൻ്റർനെറ്റിൻ്റെയും ഒക്കെ ഒരു പുതിയ ലോകത്തേക്ക് പിറന്നു വീണ കുട്ടികളാണ് അവരൊക്കെ. അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും മറച്ചു വെക്കാൻ പറ്റാത്ത വിധം. ഇപ്പം ഞാനൊക്കെ യുവാവായിരിക്കുന്ന സമയത്ത് അനേക സംഗതികൾ നമുക്ക് മറച്ചു വെക്കാൻ. ഇപ്പം അതങ്ങനെ മറച്ചു വെക്കാം, അത്രയും ഓപ്പണായിപ്പോയി സമൂഹം. അപ്പം അതുകൊണ്ട് തുറന്ന മനസ്സുള്ള ഒരു തലമുറയാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഈ തലമുറ കുഴപ്പം പിടിച്ചതാണെന്നാണ് ഈ ഞങ്ങളെപ്പോലുള്ള പ്രായമായ മനുഷ്യർ പറയുന്നത്. അത് യഥാർത്ഥത്തിൽ അവരുടെ ഒരു ഒബ്സഷനാണ്. നല്ല മനുഷ്യർ, ചീത്ത മനുഷ്യർ എന്നൊക്കെ അവരുടെ ഒരു സങ്കല്പം കൊണ്ട് അവർ പറയുന്ന അതൊരു വലിയ കഥയുള്ള കാര്യമല്ല. ഞാൻ പറയുന്നത് അവർ കാസ്റ്റ്, റിലിജിയൻ, ലാംഗ്വേജ്, റീജിയൻ തുടങ്ങിയ എപ്പോഴും നമ്മളുടെ ജീവിതത്തെ നിർണായകമായി സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ക്രോസ് ചെയ്യാൻ പൊളിറ്റിക്കൽ പാർട്ടി ഇതിനെ ക്രോസ് ചെയ്യാൻ കഴിയുന്ന വിധമുള്ള ഇടപാട് നടത്തുന്നവരാണ്. അതിൻ്റെ ഒരു ഉദാഹരണം, ഇന്ത്യയിലൊരു അന്ധവിശ്വാസമുണ്ട്. ഈ ദളിതരായി ജനിച്ചവർക്ക് ഒരു മൂവ്മെൻ്റൊക്കെ ആരംഭിച്ചാൽ ദളിതരെ മാത്രമേ സംഘടിപ്പിക്കാൻ പറ്റൂ എന്നൊരു സങ്കല്പം. ആ സങ്കല്പത്തെ പരിപൂർണമായും തകർത്തെറിഞ്ഞൊരു പ്രസ്ഥാനമാണ്. അപ്പോൾ ദീപ് കെ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അഭിജിത്ത് ദീപ് കെ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഹി ഹിംസെൽഫ് ഈസ് എ ദളിത് ഫ്രം മഹാരാഷ്ട്ര. അയാൾ അമേരിക്കയിലായിരുന്നു, അമേരിക്കയിൽ ജോലി കൊണ്ട് അമേരിക്കയിൽ പഠിച്ച ആളാണ്. അയാൾ ഒരിക്കലും അയമെ ദളിത് എന്ന് ക്ലെയിം ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ ഹീസ് എ ദളിത്. സാധാരണ നിലക്ക് ആൾക്കാർ വന്നാലും പെട്ടെന്ന് വിട്ടുപോകേണ്ടതാണ് എന്നാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ അതുകൊണ്ട് അവരാകണ്ട, വേറെ ആരെങ്കിലും നേതാവായാൽ മതി എന്നുള്ളൊരു പ്രാക്ടീസാണ് ഇവിടെ ഈ നടന്നു വരുന്നത്. ഈ കള്ളത്തരത്തെ പൊളിച്ചൊരു മൂവ്മെന്റ് കൂടിയാണത്. കേരളത്തിൽ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്.
കേരളത്തിൽ എറണാകുളത്ത് വേടൻ വിളിച്ച മീറ്റിങ്ങിലേക്ക് എല്ലാ ജാതി മതസ്ഥരായ നൂറുകണക്കിന് ചെറുപ്പക്കാരും വിദ്യാർത്ഥികളുമാണ് എത്തിച്ചേർന്നത്. ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്ത ആളാണ്. അപ്പൊ വേടൻ വിളിക്കുക, ഞങ്ങൾ പോകുന്നില്ല എന്നൊന്നും അവർ തീരുമാനിച്ചില്ലോ. അപ്പൊ ഫലത്തിൽ ഇത്തരം ബൗണ്ടറികളെ ഭേദിക്കുന്ന ഒരു കാര്യം അവർക്കുണ്ടാവും. അപ്പൊ അങ്ങനെ ബൗണ്ടറികളെ ഭേദിച്ച് വരുന്ന വ്യത്യസ്തതകളുള്ള ആൾക്കാരെന്ന നിലക്ക് അവർക്കിടയിൽ പുതിയൊരു മൈത്രി ബന്ധം, ഒരു സഹോദരി ബന്ധം ഉണ്ടായി വരുന്നു. ആ സഹോദരി ബന്ധമുള്ള ഒരു സിവിൽ കമ്മ്യൂണിറ്റി ഇന്ത്യക്കകത്തുണ്ടായാൽ ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം എന്നൊക്കെ നമ്മൾ പൊതിഞ്ഞു പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയമെന്നും അല്ല ജാതിയുടെ തിരിച്ചുവരവിന് കാരണമായേക്കാവുന്ന രാഷ്ട്രീയമെന്നോ അല്ലെങ്കിൽ ഒരു ഏകമതത്തിന്റെ ആധിപത്യത്തിന് തിരിച്ചു കൊണ്ടുവരാവുന്ന ഒരു രാഷ്ട്രീയമെന്നോ അല്ലെങ്കിൽ ഒരു ചെറു ന്യൂനപക്ഷത്തിന്റെ അധികാരം പോറലേൽക്കാതെ നിൽക്കുന്ന ഒരു വ്യവസ്ഥയെ പുനർനിർമ്മിക്കുന്ന രാഷ്ട്രീയമെന്നോ പറയാം. അങ്ങനെ തന്നെ പറയണോ? അത് വെറുതെ വെറുപ്പിന്റെ രാഷ്ട്രീയം, വെറുതെ വെറുപ്പ് പറയുമല്ല. വെറുപ്പൊരു വലിയൊരു ഒരു ജീവിതക്രമത്തിനകത്തുനിന്നുണ്ടാകുന്ന വെറുപ്പാണ്. അതല്ലാതെ വെറുതെ ഒരു വ്യക്തി വേറൊരു വ്യക്തിയോട് കാണിക്കുന്ന സംഭവമൊന്നുമല്ല. ഒരു ജീവിതക്രമത്തിനകത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഇത്തരം എന്റെ തലമുറയ്ക്ക് നീന്തിക്കടക്കാൻ കഴിയാതെ പോയ മഹാസമുദ്രത്തെ കടക്കുന്നതിൽ മുന്നോട്ട് പോകുന്ന ഒരു ഫോഴ്സായിട്ടാണ് ഞാൻ ഈ യൂത്ത് മൂവ്മെന്റിനെ കാണുന്നത്. അവർ ഈ ബൗണ്ടറികളെ ഭേദിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ കൃത്യമായ ഭാവിയെ സൂചിപ്പിക്കുന്ന, ശുഭകരമായൊരു ഭാവിയെ സൂചിപ്പിക്കുന്ന. കാരണം രണ്ട് പ്രധാനപ്പെട്ട കാരണം, അവർ ഒരേ സമയം പല മുദ്രാവാക്യങ്ങളാണ് അവിടെ വിളിക്കുന്നത്. വ്യത്യസ്തത ഉണ്ടെന്ന് പറയുമല്ല, പല ഇൻഗ്ലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുന്നവരുണ്ട്, ജയ് ഭീം വിളിക്കുന്നവരുണ്ട്, വന്ദേ മാതരം പാടുന്നവരുണ്ട്. അവിടെ ഇതിനകത്ത് ഭഗത് സിംഗിന്റെ അനുയായികളാണ് ഞങ്ങളെന്ന് പ്രഖ്യാപിക്കുന്നവരുണ്ട്, സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പറയുന്നവരുണ്ട്. ഡോക്ടർ BR അംബേദ്കറിന്റെ പടമാണ് അവിടെ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഭവം. കോൺസ്റ്റിറ്റ്യൂഷനാണ് പിന്നെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരേ സമയം ഒരു സമൂഹ നിർമ്മിതിയെയും ഒരു രാഷ്ട്ര നിർമ്മിതിയെയും പ്രവചിക്കുന്ന ഒരു പുസ്തകമാണ്. ഇപ്പൊ ഉണ്ടെന്നല്ല അത് ആ പുസ്തകത്തിൽ പറയുന്നത്, അത് ഉണ്ടാക്കണം എന്നാ പറയുന്നത്. വി ഹാവ് ടു ക്രിയേറ്റ്, വി ഹാവ് ടു കൺസ്ട്രക്ട് എന്നാ പറയുന്നത്. ഇന്ന രീതിയിലുള്ളൊരു സമൂഹവും ഇന്ന രീതിയിലുള്ളൊരു രാഷ്ട്രവും നമ്മൾ നിർമ്മിച്ചെടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പുസ്തകമാണ് ഇവർ കയ്യിലേന്തുന്നതെങ്കിൽ ഈ ബൗണ്ടറികളെ ഭേദിക്കാനുള്ള പ്രാപ്തി അവർക്ക് ഉണ്ടായി വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇനി ഡീവിയേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഇപ്പം തന്നെ അതിൻ്റെ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഒന്ന്, മുസ്ലിങ്ങളാണ് ഈ സമരത്തിൻ്റെ പിന്നിലെന്ന വ്യാപകമായ പ്രചാരണം സംഘപരിവാർ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഭക്ഷണം കൊടുത്ത ഒരാളാണെന്ന് പറഞ്ഞു. അത് എന്തൊരു നുണയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഒരാളാണത്ര, ഒരു മുസ്ലിം കക്ഷിയാണ് അവിടെ ഭക്ഷണം കൊടുത്തത്രേ. അപ്പം അവിടെ അത്രയും ഭക്ഷണം കൊടുക്കണ പുള്ളിക്ക് എവിടെ നിന്നാണ് ഈ പൈസ കിട്ടിയെന്നുള്ളൊരു പുതിയൊരു കഥ നിർമ്മിച്ചു. സംവരണത്തെ എതിർക്കുന്ന ഒരു നാഷണൽ കാമ്പയിൻ, സംവരണ വിരുദ്ധമായ, സംവരണം ശരിയായ കാര്യമല്ല എന്ന് പറയുന്ന ഒരു നാഷണൽ കാമ്പയിൻ ഗ്രൂപ്പ് വളരെ സജീവമായി ഇപ്പോൾ രംഗത്തുണ്ട്. ഞാൻ വിചാരിക്കുന്നത് RSS സ്പോൺസേഡ് സാധനമാണ്. അപ്പൊ ഈ ജനക്കൂട്ടത്തെ വിഭജിക്കാനായിട്ട് മുസ്ലിങ്ങൾക്കെതിരെയും സംവരണീയർക്കെതിരെയും ഒരു വിഭജനം ഉണ്ടാക്കിയാൽ അത് ചെതറിപ്പോകുന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ പരിശ്രമങ്ങളും ആരംഭിക്കും. അതുകൊണ്ട് CJP ലീഡർഷിപ്പും വിദ്യാർത്ഥികളും യുവജനങ്ങളും വസ്തുതാപരമായ ബോധ്യത്തോടു കൂടിയാണ് അവർ ഇടപെടുന്നത്. അത് മുന്നോട്ടെടുക്കണം. ഇത്തരം കുത്തിത്തിരിപ്പുകളിൽ നിന്നും മറികടന്ന് പോകാൻ അവർ കൂടി കഴിയേണ്ടതുണ്ടെന്നാണ് ഇത്. അങ്ങനെ കഴിയുമ്പോഴാണ് അവർ രാഷ്ട്രീയ ശക്തി എന്ന് പറയാവുന്ന വിധം ഒരു ഫോഴ്സായി മാറും. ഇപ്പോൾ ഒരു സോഷ്യൽ മൂവ്മെൻറ്റിൻ്റെ കാറ്റഗറിയിലാണ് നമുക്കതിനെ പെടുത്താൻ.